ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്വദേശിനി മുട്ടുതേയ്മാനത്തിന് ചികിത്സ തേടിയെത്തിയപ്പോൾ സന്ധിവാതത്തിനുള്ള മരുന്ന് നൽകിയതിന് പിന്നാലെ അവരുടെ കാഴ്ചശേഷിയും അതുപോലെ തന്നെ ചലനശേഷിയും സംസാരത്തെയെല്ലാം ഭാഗികമായി നഷ്ടപ്പെടാൻ കാരണമായൊരു വാർത്ത നമ്മൾ ഇന്ന് രാവിലെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ അവർ ഈ പരാതി നൽകിയ നെടുമങ്ങാട് സ്വദേശിനി ഷീല അവരുടെ അനുഭവം കേരള വിഷനോട് പങ്കുവയ്ക്കാൻ ചേരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവർ ശ്രീകാര്യത്തുള്ള ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടുന്നത്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ ഒരു ക്ലിനിക്കിലാണ് ഇവർ ജനറൽ വിഭാഗം സർജനായിട്ടുള്ള ജേക്കബിൻ്റെ ക്ലിനിക്കിലാണ് ചികിത്സ തേടുന്നത്. എന്നാൽ മുട്ടുതേയ്മാനത്തിന് ചികിത്സ തേടിയെത്തിയ ഷീലയ്ക്ക് കുറിച്ചു നൽകിയത് സന്ധിവാതത്തിനുള്ള മരുന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുറിപ്പടിയിലുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം ശരീരമാകെ കുമിളകൾ ഉയരുകയും അതുപോലെ തന്നെ തൊലിയും നഖവും എല്ലാം പൊള്ളി അടർന്നു പോവുകയും ചെയ്തു. മുഖം വികൃതമായി ചുണ്ട് വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലും ആകാത്ത രീതിയിൽ ചുണ്ട് വിണ്ട് കീറി പൊള്ളി അടർന്ന നിലയിലായി. അതുപോലെ തന്നെ കാഴ്ച ശേഷിയെയും സംസാരശേഷിയെയും അതുപോലെ തന്നെ ചലനശേഷിയെയും വരെ ഇത് ബാധിച്ചു എന്നാണ് ഷീലയുടെ പരാതി. ഷീല ഇപ്പോൾ കേരള വിഷനോട് കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ഷീല. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് ഒരു 20-ലധികം ദിവസം ഷീല മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടേണ്ടി വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഡോക്ടർക്കെതിരെ പരാതി നൽകാനുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ പരാതിയിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്തെല്ലാമാണ് ഷീലയ്ക്ക് പറയാനുള്ളത്? ഞാൻ ഈ ഡോക്ടറെ വീട്ടില് ഡോക്ടർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് എന്നാണ് ഞാൻ അറിഞ്ഞ്. അങ്ങനെ മുട്ടുവേദന ചികിത്സിക്കുമെന്ന് അറിഞ്ഞ് ഡോക്ടറെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നത്. ആദ്യ ദിവസം ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലായിരുന്നു. പറഞ്ഞൊരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് വരാത്തത് ഇന്നിവിടെ ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ദിവസം വരരുത്, ഡോക്ടർ കാണൂല, നാളെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ സ്ത്രീയോട് ചോദിച്ച് എനിക്ക് ഈ മുട്ടുവേദന ഇവിടെ ചികിത്സിക്കും എന്ന് കേട്ട്. അപ്പോൾ പറഞ്ഞു നന്നായി ചികിത്സിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ തേയ്മാനത്തിനും മുട്ടുവേദനയ്ക്കും നല്ല രീതിയിൽ ചികിത്സിക്കുന്ന ഡോക്ടറാണെന്ന് എന്നോട് പറഞ്ഞു. ജേക്കബ് ആന്റണി സാറെന്ന് ആണ് ഡോക്ടറെ പേരെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേന്ന് ഇതേ സമയം ഒരു ഉച്ച 2 മണിയായപ്പോൾ ഡോക്ടറെ വീട്ടിൽ ചെല്ലുകയും എനിക്ക് ഡോക്ടറെ കാണാൻ സമയത്തിയപ്പോൾ ഞാൻ കയറി കാണുകയും എൻ്റെ കയ്യിൽ ഇത് എക്സ്റേ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ മുമ്പ് ഞാൻ മുട്ടുവേദനയെന്ന് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്താണെന്ന് അറിയാൻ എക്സ്റേ ഇട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്ന് ശ്യാംറോയ് സാറായിരുന്നു മെഡിക്കൽ കോളേജിൽ ഓർത്തിരുന്നത്. അങ്ങനെ ഞാൻ ഈ എക്സ്റേ അപ്പോൾ തന്നെ ഡോക്ടർ എക്സ്റേ ചെയ്ത് തരികയും മെഡിക്കൽ കോളേജിലാണ്. ഞാൻ ഇത് എക്സ്റേ എടുക്കുന്നു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തേയ്മാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സ്റേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ അങ്ങനെ പോയില്ലായിരുന്നു. ഡോക്ടർ ഗുളിക തരികയും കഴിക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പോയില്ല. അങ്ങനെയാണ് ഈ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ ഡോക്ടർ ഈ ജേക്കബ് ആന്റണി സാർ ഇങ്ങനെ വീട്ടിൽ ചികിത്സയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറെ വീട്ടിലേക്ക് ചെല്ലണം. അത് ചെക്കാലമുക്കിലാണ്, ശ്രീകാര്യത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ഇടമാണ്. അങ്ങനെ ഡോക്ടറെ വീട്ടിൽ 2ാമത്തെ ദിവസം ചെന്നപ്പോൾ അങ്ങനെ ഈ എക്സ്റേ കൂടെ ഡോക്ടറെ വീട്ടിൽ റൂമിലേക്ക് ഞാൻ ചെല്ലണത്. എന്നപ്പോൾ ഡോക്ടറായിട്ട് എന്താണ് അസുഖം എന്നോട് ജേക്കബ് ആന്റണി സാർ ചോദിച്ചു. അപ്പോഴും ഞാൻ ഡോക്ടർ പറഞ്ഞു സാർ എനിക്ക് മുട്ടുവേദനയാണ് സാർ, തേയ്മാനത്തിന് ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും പറഞ്ഞു നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതിയാ നിങ്ങൾ അസുഖമെന്ന് എന്നോട് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ് സാർ എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്നൊരു എക്സ്റേ ഉണ്ട്, അത് നോക്കാം സാർ, താണ്ട എക്സ്റേ എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എനിക്കതൊന്നും എനിക്കത് കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കേട്ട് ശരി എന്നാ സാർ എനിക്ക് എന്താണ് സാർ അസുഖമെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ഒരു ബ്ലഡ് പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ട് ഡോക്ടറെ വീട്ടിലാണ്. അപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് ആമവാദം. ഞാൻ ചെന്നിരുന്ന എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ആമവാദമാണെന്ന് പറഞ്ഞു. ഡോക്ടറോടെ തന്നെ ഡോക്ടറിന്റെ കുറിപ്പടി എഴുതി തന്ന് അതിൽ ചിത്രയിലെ മെഡിക്കൽ കോളേജിലെ ചിത്രയിലെ ആമവാദ വിദഗ്ധനെന്ന് അതിൽ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഗുളിക 5 ദിവസം കഴിച്ചിട്ട് വരണമെന്നും പറഞ്ഞു. എനിക്ക് ആമവാദം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. ആമവാദമൊന്നും ആ സാർ സ്വയം തീരുമാനിച്ചു ഒരു ടെസ്റ്റോ ഒന്നും ചെയ്യാതെ. ഞാൻ ഈ ഗുളിക ഇത് കൊണ്ടുവന്ന് പോത്തങ്ങോട്ട് ബസ്സിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും തിരിച്ചൊറ്റയ്ക്കാണ് വരണതും. പോത്തങ്ങോട്ട് വന്ന് ഞാൻ അവിടെ നിന്ന് ഡോക്ടറെ വീടിൻ്റെ നടയിൽ നിന്ന് ബസ് കയറി പോത്തങ്ങോട്ട് ഇറങ്ങി. അവിടെ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ കയറി. അപ്പോൾ അവിടെ നിന്ന് ഈ ഗുളികയില്ല. പിന്നെ രാത്രിയായി വീട്ടിൽ വന്നു.
പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഗുളിക വാങ്ങിയിട്ട് ഞാൻ നെടുമങ്ങാട് ടിഷ്യൂ എനിക്ക് കിട്ടിയ ഗുളിക അത് കഴിച്ച് 2 ദിവസം ആയപ്പോഴത്തേക്ക് എന്റെ കണ്ണിനെന്തോ കണ്ണ് കയറി അങ്ങ് അടഞ്ഞു മൂടുകയും കണ്ണ് നന്നായിട്ട് ചുമക്കുകയും കണ്ണ് നല്ല വേദന എടുക്കുകയും എനിക്ക് ശരീരം മൊത്തം ഒരു തളർച്ച പോലെ തോന്നുകയും ചെറിയൊരു പനിയും വന്നു. പനിയിലെന്തോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കണ്ണൊക്കെ വൃത്തിയാക്കി. ഇപ്പോഴും അതേ അവസ്ഥ കണ്ണിലങ്ങനെ വരികയും കൈയും കാലും തളരും പോലെ തോന്നുകയും ശരീരം അത്രയും പഴുത്ത് കയറിയ കണ്ണ് അത് ഞാൻ അറിയണില്ല. 5ാമത്തെ ദിവസത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ തളർന്നുപോയി. എനിക്ക് തല മൊത്തവും പഴുത്ത്, ഉള്ളം കാലത്രയും പഴുത്ത്, കാല് മൊത്തവും പഴുത്ത്, കണ്ണിന്റെ കാഴ്ചയൊന്നും നഷ്ടപ്പെട്ട് കാണാൻ എനിക്കൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്കായി. ഒന്നും ഭക്ഷണം കഴിക്കാനെന്തോ പറ്റണില്ല. ചുണ്ടത്രയും പഴുത്ത്, ചുണ്ടും അങ്ങ് അടയും പോലെ തുറക്കാനും കഴിയുന്നില്ല. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക്, നമ്മുടെ സർക്കാർ ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ നെടുമങ്ങാട് ചെന്നു. ചിലപ്പോൾ ഡോക്ടർ അപ്പോൾ തന്നെ ഈ കുറിപ്പടി കണ്ടിട്ട് ഈ ഗുളിയെ ഞാൻ കഴിച്ചിട്ടുള്ള ഡോക്ടർ എന്ന് പറഞ്ഞു. ഡോക്ടർ ഈ ഗുളിയ ഇത് ആമവാദത്തിന്റെ ഗുളിയാണെന്ന് ആ ഡോക്ടറിന് മനസ്സിലായി. ഡോക്ടർ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി. ഉടൻ തന്നെ ഇവിടുന്ന് ചെന്ന ഞങ്ങൾ വണ്ടിയിലാണ് പോണത്. ആ വണ്ടിയിൽ തന്നെ നെടുമങ്ങാട് ഉടൻ തന്നെ അവിടെ നിന്ന് ഒരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഏകദേശം തീരാറായി അവസ്ഥ നിലയിലായി. പിന്നെ ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ട് കണ്ണിന്റെ കാഴ്ച അങ്ങ് തീർന്ന് കണ്ണും അടഞ്ഞ് പിന്നെ ഒന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് ഒന്നും പറയാനും കഴിയാത്ത അവസ്ഥയിൽ ഈ തുണ്ടങ്ങ് ഡോക്ടറുടെ കയ്യിൽ എന്റെ ഭർത്താവ് കൊടുക്കുകയും ഈ ഗുളിയാണ് കഴിച്ചെന്ന് അങ്ങ് പറയുകയും വെന്റിലേറ്ററിൽ വൈകുന്നേരം വരെ എന്നെ കയറ്റി പരിശോധനയൊക്കെ നടത്തി. അപ്പോഴത്തേക്കും ദേഹം മുഴുവൻ മുഖം എല്ലാം പഴുത്ത് പൊട്ടി ചോര ഒലിച്ചു തുടങ്ങി. സ്വകാര്യ ഭാഗം എല്ലാം അഴുകി ചോരയായിരുന്നു. പിന്നെ വൈകുന്നേരം വാർഡിലേക്ക് എന്നെ മാറ്റുകയും വാർഡിൽ കൊണ്ട് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ കിടന്ന സ്ത്രീകൾ പറഞ്ഞു ഭയന്ന് പേടിച്ചു പോയി, ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള ഇതായിരുന്നു. ഡോക്ടർമാര് 3 പേര് എപ്പോഴും അകത്ത് വേണം, ഒരാളെപ്പോഴും പുറത്തും ഉണ്ടായിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നന്നായിട്ട് എന്നെ നോക്കി ഡോക്ടർമാര് നല്ല രീതിയിൽ. പിന്നെ ഓർമ്മ ഇത് നല്ല തലകറക്കം വരും, കട്ടിലൂടെ ഉയരോട്ട് കൊണ്ടുപോയിട്ട് കറക്കി തറയെ കൊണ്ട് ഇടുന്ന രീതിയിലുള്ള തലകറക്കവും അങ്ങനെ റോഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ചികിത്സാ കാർഡ് എനിക്ക് ഇല്ലാതായിപ്പോയി. എനിക്ക് ആകെ 4.5 സെന്റിന്റെ 2 പെൺകുട്ടികളും ഹൃദ്രോഗിയായ ബ്ലോക്കൊക്കെ നീക്കിയ ഒരു ഭർത്താവുമാണ് ഉള്ളത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം. ഈ ചികിത്സ പണ്ട് കാലത്ത് ചികിത്സാ കാർഡ് കൊടുത്തു. അന്ന് എനിക്ക് ഞാൻ അവസര ദിവസം ചെന്നപ്പോൾ കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ചികിത്സാ കാർഡേ കിട്ടിയിട്ടില്ല. അങ്ങനെ ചികിത്സാ കാർഡും ഇല്ല. അപ്പം പുറത്തുനിന്നാണ് എല്ലാ മരുന്നും വാങ്ങാനുള്ളത്. ഇത് പിന്നെ എനിക്ക് പിന്നെ കിടക്കാനായിട്ട് മൊത്തവും പഴുത്തു പോയി. നേർന്ന് കിടക്കാൻ പറ്റില്ല, കമന്ന് കിടക്കാൻ പറ്റില്ല, ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. പിന്നെ ട്രിപ്പിലായിരുന്നു, 15 ദിവസത്തോളം ട്രിപ്പായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേക്ക് 10 ദിവസവും ഒരേ കണക്കിന് തുറന്നു വന്ന ഒരേ 5 മണിക്കൂറൊക്കെ എടുത്താണ് തുറന്ന് പയ്യെ ചുണ്ട് തുറക്കുന്നത്. അത് ഉപ്പുവെള്ളം വെച്ച് ഡോക്ടർ പയ്യെ എടുത്ത് എപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിക്കും, തുടച്ചുകൊണ്ടിരിക്കും. പിന്നെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ശരിക്കും ബ്ലഡാണ് ഒരു കുപ്പിയൊക്കെ തുപ്പി വയ്ക്കുന്നത്. അത് തുപ്പാനും പറ്റില്ല. അങ്ങനെ 15 ദിവസം ട്രിപ്പിൽ മാത്രം കിടന്നു. 15ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞ് ട്രിപ്പിൽ മാത്രം കിടന്ന് അന്നനാൾ അടഞ്ഞു പോവും. അപ്പോൾ പിന്നെ എന്നെ നോക്കുന്ന ഒരു ആൺ ഡോക്ടർ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു പെൺ ഡോക്ടർ ഉണ്ട്. ഒരു നല്ലവണ്ണം നോക്കിയ ആൺ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് ആണ് ഈ മരുന്നുകളെല്ലാം തരികയും എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നന്നായി ശ്രമിച്ചത്. ആ അന്നനാൾ അടഞ്ഞു പോവും. ഈ അല്പ ചെങ്ങിനെയെങ്കിലും വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞ് വായിക്കൂടെ. കരിക്കും വെള്ളം കരിക്കും വെള്ളമൊന്നും എനിക്ക് ഇറക്കാനൊന്നും പറ്റൂല. വായത്രയും അടർന്ന് പഴുത്ത് രക്തം ഒലിക്കണം. അപ്പൊ കരിക്കിന്റെ വെള്ളം അത് നീറ്റല് കഞ്ഞിവെള്ളം എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് അല്പം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അല്പച്ച വെള്ളം. പിന്നെ 1 മാസം വരെ പല്ലിയിക്കാനൊന്നും കഴിയൂല, നടക്കാൻ കഴിയൂല, ബാത്റൂമിലൊന്നും എനിക്ക് മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയൂല. വളരെ കാലിന്റെ അടിഭാഗം മൊത്തം പടല പോലെ ഇളവി പഴുത്ത് ശരീരത്തിന്റെ ഭാഗം മൊത്തം നീല കളറായി. കണ്ട പഴന്ന് പേടിച്ച് മുഖം എല്ലാം നീല കളർ അടിച്ച് പഴുത്തടന്ന് ഞാൻ അല്ലാത്തൊരു രൂപമായി മാറി. എന്നെ ആരും
പിന്നെ എന്റെ നഖങ്ങൾ അത്രയും നീല കളറടിച്ച് ശരീരത്തിന്റെ മൊത്തവും 10 വിരളിലെ നഖം ഇളവിയരങ്ങും എന്തോ ഒരു വേദനകളും സഹിച്ച് വിരലുകൾ മൊത്തവും തലമുടി ഇപ്പൊ അത്രയും പൊഴിഞ്ഞു. കണ്ണിന് സാരമായി ബാധിച്ചു. കണ്ണാശുപത്രിയിൽ നിന്ന് എന്നൂടെ ഡോക്ടർ വരും എന്റെ കണ്ണ് നോക്കാം. കണ്ണടഞ്ഞു പോവും. ഇങ്ങനെ അത്രയ്ക്കും ശ്രമിച്ച് ഒരു 10-15 ആയപ്പോഴൊക്കെയാണ് കണ്ണിന്റെ കാഴ്ച അല്പം കിട്ടിയത്. ഇന്നും കണ്ണിന് പ്രശ്നമാണ്. ആഴ്ചതോറും കണ്ണാശുപത്രിയിൽ വെച്ചുകൊണ്ടിരിക്കണം. 8 നേരം മരുന്ന് ഒഴിക്കണം കണ്ണില്. അത് ഒരു ബോട്ടിൽ മരുന്ന് 131 രൂപയാണ്. ഒരാഴ്ചക്ക് പോലും തികയില്ല. അങ്ങനെ അന്ന് മുതൽ ഇന്ന് മുതൽ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ 21 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. 21ാം ദിവസം ഒരുവിധം ആയപ്പോൾ ഡോക്ടർ ഇനിയൊരു ഇൻഫെക്ഷൻ വന്നുകൂടാ, അടുത്ത് കിടക്കുന്നവരെന്നും നമുക്ക് അതുകൊണ്ട് വീട്ടില് പരിചരണയിലും മരുന്നുമായിട്ട് 21 എന്നെ പേര് വെട്ടി വീട്ടിൽ വന്നു. ഇപ്പോൾ ഞാൻ നെടുമങ്ങാട് ഗേൾസ് ഹൈസ്കൂളിൽ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു 16 വർഷം. അപ്പോ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അവിടെ ഒരു പുതിയ കെട്ടിടം നെടുമങ്ങാട് ഗേൾസ് ഹൈസ്കൂളിൽ 16 വർഷം ക്യാൻറ്റീൻ നടത്തിയവിടുത്തെ എല്ലാ അധ്യാപകർക്കും എന്നെ അറിയാൻ ചെയ്യാം. ഓ ഹലോ ഹലോ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മറ്റും കാണിച്ചപ്പോഴും എന്തെങ്കിലും ഒരു വിശദീകരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്? അത് മരുന്നിൻ്റെ പാർശ്വഫലമാണോ അതോ മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും അലർജി പോലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളാലാണോ എന്നൊരു വിശദീകരണം മെഡിക്കൽ കോളേജിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമോ ലഭിച്ചിരുന്നോ? മെഡിക്കൽ കോളേജിൽ മാത്രമേ ചികിത്സയ്ക്ക് പോയുള്ളൂ. മഴയുണ്ട് എന്നിട്ട് പറയണു സാർ. ശരി ഷീല, എന്തായാലും ഇപ്പോൾ പരാതിക്കാരിയായ ഷീലയാണ് കേരള വിഷനോട് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. മുട്ട് തേയ്മാനത്തിന് ചികിത്സ തേടിയെത്തിയ ഷീലയ്ക്ക് സന്ധിവാതത്തിനുള്ള മരുന്ന് ആണ് ഡോക്ടർ കുറിച്ച് നൽകിയത് എന്നതാണ് പ്രധാനമായും പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ജനറൽ വിഭാഗം ജനറൽ വിഭാഗം ഡോക്ടറായിട്ടുള്ള ജേക്കബ് ആന്റണിയുടെ ശ്രീകാര്യത്തുള്ള ക്ലിനിക്കിലാണ് ഷീല ചികിത്സ തേടിയത്. ഷീല പറയുന്നതനുസരിച്ച് ഈ മുട്ടുതേയ്മാനം പോലുള്ള അസുഖങ്ങൾക്ക് മികച്ച ഒരു ചികിത്സയാണ് ലഭിക്കുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ ക്ലിനിക്കിലേക്ക് ചികിത്സ തേടി പോയത് എന്നാണ് ഷീല പറയുന്നത്. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ മരുന്ന് മാറി നൽകി എന്നുള്ളൊരു ആരോപണവുമായി ഡോക്ടർക്കരികിലെത്തിയപ്പോൾ ആ ആരോപണങ്ങൾ ഡോക്ടർ നിഷേധിക്കുകയായിരുന്നു എന്നും ഷീല വ്യക്തമാക്കുന്നുണ്ട്. നെടുമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാൻറ്റീൻ നടത്തിയാണ് ഷീലയും കുടുംബവും കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അസുഖബാധിതയായതോടെ അല്ലെങ്കിൽ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങിയതോടെ ഷീലയ്ക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുകയും പരസഹായമില്ലാതെ നടക്കാൻ പറ്റാതെ വരികയും ചെയ്തതോടെ ആ ജോലി തുറന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയും ആയി. ഈ ഒരു സാഹചര്യത്തിൽ അതായത് ജോലി കൂടി പോയ ഒരു സ്ഥിതിയിൽ എത്തിയതോടെയാണ് താൻ പരാതി നൽകാൻ തീരുമാനിച്ചത്, ഡോക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നാണ് ഷീല പറയുന്നത്. ഷീലയുടെ കാഴ്ചശേഷിയും അതുപോലെ തന്നെ ചലനശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തും അത് മുഖത്തുമെല്ലാം വലിയ രീതിയിൽ നീര് വന്ന വ്രണങ്ങൾ ഉണ്ടാവുകയും അവ പൊട്ടി വ്രണം പഴുത്ത് അങ്ങനെ മുഖം വികൃതമാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഷീല തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകാര്യത്തുള്ള ഡോക്ടർ ജേക്കബ് ആന്റണിയുടെ ക്ലിനിക്കിൽ ആണ് ചികിത്സ തേടി എത്തിയത്. അപ്പോൾ ഡോക്ടറുടെ ആരോപണം എന്ന് പറയുന്നത് സാധാരണയായി മരുന്നുകൾക്കുണ്ടാകുന്ന പാർശ്വഫലമാണ് ഇത്, അല്ലെങ്കിൽ ഒരു അലർജിക്കൽ റിയാക്ഷൻ, മരുന്നുകൾക്കുണ്ടാകുന്ന ഒരു അലർജിക് റിയാക്ഷൻ്റെ ഭാഗമായാണ് ഷീലയ്ക്ക് ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നത് എന്നതാണ് ഡോക്ടർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ അവിടുത്തെ പ്രദേശത്തെ പൊതുപ്രവർത്തകനായിട്ടുള്ള കെ വിജയൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജയൻ, ഇപ്പോൾ നിലവിൽ ഇത് ആരോഗ്യമന്ത്രിയുടെയും മറ്റും ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഷീല അറിയിച്ചത്. നിലവിൽ ആ പരാതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പരാതി ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും അറിയിപ്പ് വന്നിട്ടില്ല.
പരാതി കൊടുത്തു, ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആദ്യം നമ്മൾ GRL നെടുമങ്ങാട് MLA എന്നല്ല GRL പരാതി കൊടുത്തു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കത്ത് മുഖേനയാണ് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അതിന്റെ അടുത്ത സ്റ്റെപ്പുകളൊന്നും ആയിട്ടില്ല. അങ്ങനെയാണ് മാധ്യമങ്ങളൊക്കെ അറിയിച്ചത്. അപ്പൊ അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് കാണാൻ പോയതാണ്. അന്നത്തെ പുള്ളി കാര്യത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഷീല. അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് കാണാൻ പോയതാണ്. ആ അവസ്ഥ അദ്ദേഹത്തിന് അറിയാം. അതിനുശേഷം ഇത് കഴിച്ചതിന് ശേഷമുള്ള അവസ്ഥ 5 ദിവസം കഴിഞ്ഞപ്പോ നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും ഈ കുട്ടിയെ വിട്ടപ്പോ എത്ര ഗുരുതരാവസ്ഥയിലായിപ്പോയി. വെറും 5 ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റം എത്ര ഗുരുതരാവസ്ഥയിലേക്ക്. അദ്ദേഹത്തെ ഞാനും വിളിച്ചാണ്. ഞാൻ ആശുപത്രിയിൽ പോയി കുട്ടിയെ കണ്ടതാണ്. ഞാൻ വിളിച്ചു, കുട്ടിയുടെ സഹോദരി വിളിച്ചു. അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ഇത്രയും ഗുരുതരാവസ്ഥയിൽ എന്തായാലും ഡോക്ടർമാർ അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കുന്നുണ്ടല്ലോ, ചികിത്സിക്കുന്ന ഡോക്ടർമാരെ മെഡിക്കൽ കോളേജില്. അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് വിളിക്കാനുള്ള മനസ്സുകൾ അദ്ദേഹം കാണിച്ചില്ല. അപ്പൊ മുട്ടുവേദനയ്ക്കായിട്ട് പോയ അവർക്ക് ആമവാദത്തിനായിട്ട് അദ്ദേഹം കുറിച്ചെടുത്ത ഗുളിക, അതിന്റെ അലർജിയും പ്രശ്നങ്ങളാണ്. ഇന്നലെയും ഡോക്ടർ എന്നെ വിളിച്ചാണ്. അപ്പൊ ഞാൻ സംസാരിച്ചു. പുള്ളി പറയും ചില കേസുകളിൽ ഇങ്ങനെ വന്നു പോകാം എന്നാണ് പറയുന്നത്, അലർജികൾ വന്നു പോകാം. പക്ഷെ എന്നാലും ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥ. ഇനി എത്ര നാൾ ചികിത്സിച്ചാലാണ് ഒന്ന് ഭേദപ്പെട്ടു വരുവാൻ? നമ്മളെല്ലാം വലിയ ആശങ്കയിലാണ്. ഇത്രയും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ, ഇതെങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നതാണ്? ഇനി എങ്ങനെ ചികിത്സിക്കും? എങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും? ഭർത്താവും ഹൃദ്രോഗിയാണോ, ഒരു ഓട്ടോ ഡ്രൈവറാണ്. അതുകൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും? ആ ഒരു മനസ്സ് പോലും ഡോക്ടർ ഇതുവരെ ആ പേഷ്യൻ, അദ്ദേഹം ചികിത്സിച്ച ആ പേഷ്യനെ കാണുവാൻ അദ്ദേഹം പോലും തയ്യാറായില്ല. ആ അവസ്ഥയിൽ കൃത്യമായിട്ടും ചാലിന്റെയൊക്കെ ഒരു ഇടപെടലും സപ്പോർട്ടും ഒക്കെ ഉണ്ടായത് ഏറ്റവും നല്ലതായത് ഭാഗ്യമായിട്ട് നമ്മൾ കാണുകയാണ്. ശരി വിജയൻ, എന്തായാലും വിജയൻ പറഞ്ഞതുപോലെ ഈ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിട്ടും ഷീലയെ പ്രവേശിപ്പിച്ചത് ഈ ഡോക്ടർ ജോലി ചെയ്യുന്ന അതേ ആശുപത്രി ആയിട്ടുള്ള മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. 20-ലധികം ദിവസം ഷീല ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്നു. ആ മെഡിക്കൽ കോളേജിലെ തന്നെ ജനറൽ വിഭാഗം ഡോക്ടറായിരുന്നു ജേക്കബ് ആന്റണി. പക്ഷേ എന്നാലും അദ്ദേഹം ഈ ഒരു അസുഖബാധിതയായ ഷീലയെ കാണാനോ ഒരു വിശദീകരണം നൽകാനോ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ പൊതുപ്രവർത്തകൻ കൂടിയായ വിജയൻ ആരോപണം ഉന്നയിക്കുന്നത്. അവിടുത്തെ സ്ഥലം MLA ആയ GR അനിൽ വഴി നിലവിലൊരു പരാതി ആരോഗ്യമന്ത്രിയിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി അതിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഈ കുടുംബവും അതുപോലെ തന്നെ നിലവിൽ അവരെ സഹായിക്കുന്ന പൊതുപ്രവർത്തകരെല്ലാം തന്നെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ആ കുടുംബത്തിലെ ഒരു ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരാൾ എന്ന് പറയുന്നത് ഷീലയായിരുന്നു. ഭർത്താവ് ഹൃദ്രോഗി ആയതിനാൽ തന്നെ കുടുംബത്തിൻ്റെ ഒരു ചെലവുകൾ കണ്ടെത്തുന്നത് ഷീലയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഷീല കൂടി ഇത്തരത്തിൽ ചലനശേഷിയെ വലിയ രീതിയിൽ ബാധിച്ചതോടെ ആ ഒരു വരുമാനവും നിലച്ച സ്ഥിതിയിലാണ്. അപ്പോൾ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ജീവിത ചെലവുകൾക്കുമായി ഈ ഒരൊറ്റ ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നതിനാൽ തന്നെ നിലവിൽ എന്തെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ ഉടനെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്.